എന്റെ ജൂനിയർ ആയിരുന്നു അറിയോ? ആദ്യത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി മേയർ ആവാൻ ഞാൻ പണ്ട് ആശയം കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ അച്ചടക്കം കാണിക്കേണ്ട സ്ഥലത്ത് അച്ചടക്കം ഉണ്ടാവും. അത് മറ്റു പലർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. സ്വാഭാവികമായിട്ട് ആ ട്രാക്കാണല്ലോ അങ്ങോട്ട് പോയത്. തിരുവനന്തപുരം നഗരസഭ ഇനി വരുന്ന നാളുകളിൽ കാണാൻ പോകും. അല്ലാത്ത സമയത്ത് പ്രതികരിച്ചുകൊണ്ടും ഒക്കെ തന്നെ ഉണ്ടാകും. എന്റെ ജൂനിയർ ആയിരുന്നു അറിയോ സ്കൂളില്. ആള് പണ്ടേ പുലിയാ, അറിഞ്ഞൂടാത്തോണ്ടാ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ പണ്ട് ആശയം കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്കൂളിൽ സ്പോർട്സ് ഉണ്ടല്ലോ, സ്പോർട്സിൽ ട്രാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രകമ്പനം കൊള്ളിച്ച് ഓടി ജയിക്കുന്ന ഒരു കുട്ടി ആശ, ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ആശ മുതൽ തിരുവനന്തപുരത്തിന്റെ ഡെപ്യൂട്ടി മേയർ ആശയം വരെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് മറ്റു പലർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഒരുപാട് സന്തോഷം. പിന്നെ തീപ്പൊരിയായിരുന്നു. അല്ല, പ്രതീക്ഷ എന്നല്ല, ആള് അത്രയും പുലിയായിരുന്നു. അത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സ്കൂളിൽ ആശയം അറിഞ്ഞൂടാത്ത ആരുമില്ല. അത് വെച്ച് കഴിഞ്ഞാൽ അത്രയും പിടിൽ അത്ലറ്റ് ആയിരുന്നു, ഒരു സൂപ്പർ അത്ലറ്റ് ആയിരുന്നു. ഓക്കെ, ആള് കോഴ്സിൽ പോകാനിരുന്ന ആളല്ലേ, സ്വാഭാവികമായിട്ട് ആ ട്രാക്കാണല്ലോ അങ്ങോട്ട് പോയത്. സംസ്ഥാനത്തിന്റെ ഡെപ്യൂട്ടി മേയറായി ഇതിപ്പോ വന്നിരിക്കുകയാണ്. എന്താണ് ഒരുപാട് സന്തോഷം. പാർട്ടി ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു സഭയിൽ, കാരണം തിരുവനന്തപുരം നഗരസഭ എന്ന് പറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിൽ വരുന്ന ആദ്യ നിമിഷമാണ്. ഈ നിമിഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി മേയർ ആവാൻ സാധിച്ചതിന്, അതിനൊരു പാർട്ടി ഒരു അവസരം തന്നതിന് ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ 101 പേരെയും ഒറ്റക്കെട്ടായിട്ട് കണ്ട് അവർക്ക് എല്ലാ വാർഡിലും ഒരേ തരത്തിലുള്ള വികസനം കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കാൻ തന്നെ ശ്രമിക്കും. ഇല്ല, അതെ, സസ്പെൻസ് ആയിരുന്നു. അതെ, ആ സമയം ഉച്ചയ്ക്ക് ശേഷമാണ് അറിഞ്ഞത്. അപ്പോൾ ഒന്നും മനസ്സിലാവാത്ത ഒരു സംഭവം, ആ സമയത്തൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു എന്താ പറയണ്ടേന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. അതെ, ഇതുവരെ മാറിയിട്ടില്ല. അതുപോലെ തന്നെ പല തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്ന നഗരസഭയാണ്. അപ്പോൾ ജനങ്ങളുമായിട്ട് കൂടുതലും ഇടപഴകാനും സംവദിക്കുന്ന ഒരു മേയർ, ഡെപ്യൂട്ടി മേയറൊക്കെ ആയി. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം മറ്റ് നഗരസഭകൾക്കും അല്ലെങ്കിൽ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഒക്കെ തന്നെ മാതൃകയാകുന്ന തരത്തിൽ, അല്ലെങ്കിൽ മാതൃകയാകേണ്ട തരത്തിലുള്ള മേയറും ഡെപ്യൂട്ടി മേയറും ജനപ്രതിനിധികളും ഒക്കെ തന്നെയായിരിക്കും തിരുവനന്തപുരം നഗരസഭ ഇനി വരുന്ന നാളിൽ കാണാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മനസ്സിലെങ്കിലും ഉണ്ടായിരിക്കുക? മാലിന്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, തെരുവ് നായ്ക്കൾ ശല്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെയായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ, നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ തിരുവനന്തപുരം നഗരസഭയിൽ പ്രാവർത്തികമാക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ തന്നെ പ്രാവർത്തികമാക്കുന്നതിന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് തന്നെ തീരുമാനമെടുക്കും. പല ഇന്റർവ്യൂസിന് സൂചിപ്പിച്ചിരുന്നു, നമുക്കിതൊരു സെമി ഫൈനൽ മാത്രമാണ്, ഫൈനൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. വരുന്ന നിയോജക മണ്ഡലം, തിരുവനന്തപുരത്ത് 4 നിയോജക മണ്ഡലത്തിൽ നമ്മൾ വലിയ ശക്തമായിട്ടുള്ള മുന്നേറ്റം തന്നെ ഉണ്ടാകും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. യൂണിഫോം ധരിക്കാൻ അത്തരത്തിലേക്ക് ഒരു ട്രെയിൻ ചെയ്യപ്പെട്ട വന്ന ഒരാളാണ്. അതെ, അപ്പൊ ആ ഒരു അച്ചടക്കവും ആ ഒരു ശൈലിയൊക്കെ തന്നെ ആയിരിക്കും ഈ ഒരു ഭരണത്തിലുണ്ടാവുക. അച്ചടക്കം കാണിക്കേണ്ട സ്ഥലത്ത് അച്ചടക്കം ഉണ്ടാവും. അല്ലാത്ത സമയത്ത് പ്രതികരിച്ചുകൊണ്ടും ഒക്കെ തന്നെ ഉണ്ടാകും. ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മേയറെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഒരു ധാർഷ്ട്യം, അഹങ്കാരം എന്നുള്ളതാണ്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാമല്ലോ. തീർച്ചയായിട്ടും എങ്ങനെയായിരിക്കും ഡെപ്യൂട്ടി മേയർ എന്ന്. അതെ, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, തിരുവനന്തപുരം നഗരസഭ മറ്റ് നഗരസഭകളെയൊക്കെ തന്നെ മാതൃകയാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമായിരിക്കും ഡെപ്യൂട്ടി മേയറുടെ ഭാഗത്തുനിന്ന്, മേയറുടെ ഭാഗത്തുനിന്ന്, മറ്റ് ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഇവിടെ നിന്ന് അല്പം അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമസഭയുണ്ട്. അധികം വൈകാണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഭരണം പിടിക്കും. ഇതിനേക്കാളും ഗംഭീരമായിട്ടുള്ള ഒരു ആഘോഷം അതിനകത്ത് നടക്കും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുന്നതാണോ? തീർച്ചയായിട്ടും. കാര്യം നിങ്ങളൊന്ന് നോക്കി നോക്കുന്നത്, ഇപ്പം നമുക്ക് തിരുവനന്തപുരത്ത് 6 കൗൺസിലർ 2005 0 അതിൽ നിന്നാണ് 2010 6 35. നമ്മൾ താഴോട്ട് പോകുന്ന സാഹചര്യമില്ല. നമ്മൾ ജയിക്കുന്ന സീറ്റുകൾ നിലനിർത്തുകയും പുതിയ സീറ്റുകൾ ജയിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ജയിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് പറയുന്ന വാക്ക് പാലിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് വിശ്വാസം വരുന്നതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ സീറ്റുകളിലേക്ക് ജയിപ്പിച്ചു കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും നിയമസഭയിലേക്ക് അതുണ്ടാവും, ഒരു സംശയം ഉണ്ടാവും. ഇപ്പൊ ഈ കളിയാക്കിയവർക്കൊക്കെ ഒരു മറുപടി, ഒരു മധുരപ്രതികാരം എന്നോണം ഭരണം നമുക്ക് ഓർമ്മയില്ലെന്നേ. കാര്യം ഇന്ന് പരിഹസിക്കുന്നവർ നാളെ നമുക്ക് ഒപ്പം വരാനുള്ളവരാണ്. അതുകൊണ്ട് ആരോടും ഒരു പരിഭവമില്ല. രാഷ്ട്രീയത്തിൽ അതൊക്കെ സംഭവിക്കും. ഓക്കെ.